പൊന്നു മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ അബൂജഹലും അഷ്റഫുൽ ഖൽക്കും തർക്കം ഏത് കാര്യത്തിലാണ്? അഷ്റഫുൽ ഖൽക്കായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ ഏതൊരു അള്ളാഹുവിനോട് വിളിച്ച് ദുആ ചെയ്യുന്നു ആ അള്ളാഹു മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ അവകാശം. അബൂജഹലിന്റെ വാദം അള്ളാഹു ഉണ്ട്, ഒപ്പം മറ്റുവരെയുണ്ട്. ഇവിടെയാണ് തർക്കം. അബൂജഹലിന്റെ ഭാഷയിൽ അള്ളാഹു ഉണ്ട്, ഒപ്പം മറ്റു പലരുണ്ട്. മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഭാഷയിൽ അള്ളാഹു ഉണ്ട്, അള്ളാഹുവിനോടൊപ്പം ആരുമില്ല. ഈ ആരുമില്ല എന്നത് ഖുറൈശികൾക്ക് താങ്ങാൻ പറ്റിയില്ല. അള്ളാഹു മാത്രം എന്ന പ്രയോഗം താങ്ങാൻ ഖുറൈശികൾക്ക് കഴിഞ്ഞില്ല. അള്ളാഹു ഉണ്ടെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഖുറൈശികൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായേനെ. അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന വാക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക്, അത് ഖുറൈശികൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് തന്നെയാണ്. ഈ പറയുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് തന്നെയാണ്. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം അള്ളാഹു ഉണ്ട്, അള്ളാഹുവിനോടൊപ്പം മറ്റു പലരുണ്ട്. വേറൊരു കൂട്ടർ അള്ളാഹു ഉണ്ട്, അള്ളാഹു മാത്രമേ ഉള്ളൂ. രണ്ടും അംഗീകരിക്കാവുന്നേ ഉള്ളൂ. ഒരു പാർട്ടി അബൂജഹലിന്റെ പാർട്ടി, മറ്റേ പാർട്ടി മുഹമ്മദ് മുസ്തഫാന്റെ പാർട്ടി. തീർന്നില്ല കഥ. കൂടുതൽ ചർച്ച എന്തിനാ, കൂടുതൽ സംവാദം എന്തിനാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കയിലേക്ക് വന്നുകൊണ്ട് ആദ്യമായി പറഞ്ഞതും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ്. അപ്പോ മക്കയിലെ മുശ്രിക്കുകൾ, ഖുറൈശികളായ മുശ്രിക്കുകൾ, അവർ അള്ളാഹുവിലെ വിശ്വസിച്ചിരുന്ന ആളുകളാണ്, പഠിച്ച കാര്യങ്ങളാണ്. അള്ളാഹു ആണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതെന്നും ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് അള്ളാഹു ആണെന്നും അവർ വിശ്വസിച്ചിരുന്നു. പക്ഷെ അവർ വിശ്വസിക്കാത്ത ഒരു കാര്യം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ഒരു കാര്യമാണ് അവർ വിശ്വസിക്കാതിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി എതിർത്തതും ഈ ഒരൊറ്റ കാര്യത്തെയാണ്. അപ്പോ ഈ ഒരു പ്രവാചകന്റെ ഈ പ്രബോധനം മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ ഇന്ന് നാം ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് മറ്റ് അള്ളാഹു അല്ലാത്ത ആളുകളെ, ഔലിയാക്കളെയും മറ്റു മഹാന്മാരെയും ഇടയാളന്മാരാക്കി വിളിച്ച് പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ അല്ലയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതാണല്ലോ സുഹൃത്തെ ഇതുവരെ ഇവിടെ സംസാരിച്ചത്. ഇടയാളരാക്കിയിട്ട് പറയുന്നത് കൊണ്ടും വിളിക്കുന്നത് കൊണ്ടും ഒന്നും യാതൊരു ശിർക്കും വരില്ല. അത് നിങ്ങൾ കേട്ടു. അതിൽ വെച്ചിട്ട് സംസാരിക്കും. നിങ്ങൾ കേട്ടല്ലോ. കേട്ടു. ഇവിടെ നിങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിച്ചതല്ല, ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ, വേറെ ഒരു ഇലാഹുമില്ല എന്നാണ്. അതിന്റെ മറുഭാഗം എന്താണ്? അല്ലാഹുവല്ലാതെ ഇലാഹുണ്ടെന്ന് മുശ്രിക്കുകൾ വിശ്വസിക്കുന്നുണ്ട് എന്നല്ലേ? അല്ലേ? അപ്പൊ എവിടെയാണ് ശിർക്ക്? നിങ്ങൾക്ക് അതിനെന്താ മനസ്സിലായത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ്. ആ തൗഹീദിന്റെ അർത്ഥം എന്താ? ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. അപ്പൊ ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരെങ്കിലും ഉണ്ട് എന്ന് പറയുന്നതല്ല ശിർക്ക്? ശിർക്ക്. അപ്പൊ ആരാധനക്കർഹൻ മറ്റാരോ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ശിർക്ക് എന്ന് ബോധ്യപ്പെട്ടില്ലേ? ഇവിടെ അങ്ങനെ പറയുന്ന വല്ല സുന്നികളുണ്ടോ? ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റു വല്ലവരുണ്ട് എന്ന്? ഞാൻ ഉസ്താദിനെ വിമർശിക്കാനാണ്. അല്ല, വിമർശിക്കൽ നിങ്ങൾ ചോദിച്ച നിങ്ങളെ ധരിപ്പിക്കുകയാണ് ഞാൻ. നിങ്ങളെ ധരിപ്പിക്കുന്നത് നിങ്ങളല്ലാത്ത എല്ലാവർക്കും കൂടി മനസ്സിലാകാൻ വേണ്ടി നിങ്ങളെ തന്നെ മനസ്സിലാക്കി തരാണ്. ഞാൻ ഗണ്ണിക്കല്ല, ചോദ്യം ചെയ്യുമല്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹൻ വേറെ ആരുമില്ല. ഇത് തൗഹീദ്. അപ്പൊ ഇതിന്റെ മറുവശം അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹൻ മറ്റാരൊക്കെയോ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് ശിർക്ക്. ഈ ശിർക്ക് മുസ്ലിമീങ്ങളിലുണ്ടോ? ആരാധനക്കർഹൻ അല്ലാഹു അല്ലാത്ത മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കേണ്ടെന്ന് ആരും പറയുന്നില്ല. വിളിച്ചു പ്രാർത്ഥിക്കല്ല ഇവിടെ വിഷയം. വിളിച്ചു പ്രാർത്ഥിക്കുന്നിടത്ത് നിങ്ങൾ എന്തിനാ എത്തുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചു പ്രാർത്ഥിക്കൽ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന്റെ കഥ കേട്ടില്ലേ? വിളിച്ചു പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ അർത്ഥമേ ദുആ എന്ന വാക്കിന് എവിടെയും ഇല്ല എന്നിപ്പോ ഭാഷയിൽ ഞാൻ പറഞ്ഞു. നിങ്ങൾ കേട്ടോ നിങ്ങൾ? അതിൽ പറയും കേട്ടു എന്ന് എല്ലാവരും കേൾക്കണം. കേട്ടു. എന്നാ അത് നിങ്ങൾക്ക് കേട്ടു മനസ്സിലായിട്ടുണ്ടോ? ഇനി ദുആ എന്നതിൽ അങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നൊരു അർത്ഥം നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ പിന്നെ ദുആന്റെ വർത്താനം വിടി. ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ മനസ്സിലാക്കാലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. ഇത് തൗഹീദ്. ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ പലരുമുണ്ട്. ഇത് ശിർക്ക്. ഇത് മക്കത്തെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു. അവരോടാണ് അല്ലാഹു തആല ഈ പറഞ്ഞ ആയത്തുകളെല്ലാം പറഞ്ഞത്. മുസ്ലിമീങ്ങളിൽ ആരും അങ്ങനെ വിശ്വാസമുള്ളവരില്ലല്ലോ. ഉണ്ടോ? അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരുത്തൻ മുസ്ലിം ആവില്ലല്ലോ. അല്ല, അപ്പൊ നമ്മളെ മുസ്ലിമീങ്ങളിൽ ആരും അങ്ങനെ വിശ്വാസമുള്ളവരില്ലല്ലോ. മുസ്ലിമായ ഒരാളും അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ അറിവില്? ഇല്ല. ഞാൻ ഉദാഹരണമായിട്ട് യാ ബദരീങ്ങളെ എന്ന് പറയും. പക്ഷേ അല്ലാഹു അല്ലാതെ ഇലാഹുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നവരായി നിങ്ങൾ പറയുന്നുണ്ടോ?
അല്ല ഇല്ല. ഞാൻ ഒരു കാര്യം ഞാൻ ഉസ്താദിനോട് ചോദിച്ചു. അപ്പൊ ഇത് തന്നെയാണ് മക്കയിലെ മുശ്രിക്കുകളും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതു തന്നെയല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ മറിച്ച് അല്ലാഹു അല്ലാതെ ഇലാഹു ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. മസലുല്ലദീന ഇത്തഖദു ആലിഹത്തൻ മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹുകൾ ധാരാളമുണ്ടെന്ന് വിശ്വസിച്ചു. നിങ്ങൾക്ക് അർത്ഥം കുറച്ച് വെച്ചിട്ടുണ്ട്. ആകാശഭൂമികളെ പടച്ചത് അല്ലാഹുവാണ്, നമ്മളെ പടച്ചത് അല്ലാഹുവാണ്, മാനം പടച്ചതും നക്ഷത്രം പടച്ചതും അല്ലാഹുവാണ്. പക്ഷേ ഇലാഹാണ് ഞങ്ങളുടെ വിഗ്രഹങ്ങളും എന്നവർ വിശ്വസിച്ചു. ഇലാഹാണ് എന്ന് വിശ്വസിക്കാൻ ആകാശം പടക്കണ്ട, നക്ഷത്രം പടക്കണ്ട. നമ്മുടെ ഒരു കഞ്ഞി കൊണ്ടുതരുന്ന ഇടപാട് അയാളുടെ സ്വയം ശക്തി കൊണ്ടാണ് എന്ന് വിശ്വസിച്ചാൽ ഇലാഹാക്കലായി. ഇത് മക്കത്തെ മുശ്രിക്കുകൾ ചെയ്തിരുന്നു, മക്കത്തെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അവരെ മുശ്രിക്കുകൾ എന്ന് പറഞ്ഞത്. മുശ്രിക്കുകളുടെ പ്രവൃത്തി ചെയ്യുന്നവർന്നും അവരെ പറഞ്ഞത് അതുകൊണ്ടാണ്. നമ്മുടെ മുസ്ലിമീങ്ങളിൽ ആരും അല്ലാഹുവല്ലാത്ത ഒരു ശക്തിയെയും ഒരു വലിയനെയും ഇലാഹായി വിശ്വസിക്കുന്നില്ല. വലിയുല്ലാഹി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരെന്ന. നബിയുല്ലാഹി എന്ന വാക്കിന്റെ അർത്ഥം അള്ളാന്റെ പ്രവാചകൻ എന്നാ. അപ്പൊ അള്ളാന്റെ പ്രവാചകൻ, അള്ളാന്റെ വലിയ എന്ന് വിശ്വസിക്കുന്നത് അള്ളാന്റെ പുറമെ കൂടെയുള്ള ഇലാഹ് എന്നല്ലല്ലോ. അല്ല, അങ്ങനെ ആരും വിശ്വസിക്കുന്നില്ലല്ലോ. മക്കത്തെ മുശ്രിക്കുകൾ അങ്ങനെയല്ല, വിഗ്രഹങ്ങളെ ഇലാഹാണ് എന്ന് വിശ്വസിച്ചിരുന്നു. ഇല്ലേ? അല്ലേ? അവര് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് സഹായം തേടുവാൻ അടയാളന്മാരായിട്ട് ഉപയോഗിച്ചിരുന്നു. കാരണം ഞാൻ പഠിച്ചതെന്ന് വെച്ചാല്, നിങ്ങൾ പഠിച്ചത് ഏതോ ഒരു പരിഭാഷ വായിച്ചിട്ടുള്ളൂ ചെറുപ്പക്കാരനെ. അല്ല, എനിക്ക് ദീനി കാര്യങ്ങളിൽ വലിയ അറിവൊന്നുമില്ല. ഇല്ല, അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ടാണ് സ്ഥാനോട് സംശയം ചോദിക്കുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹിന് ശേഷം ആദ്യമായി ചെയ്തത് കഅബയിലുണ്ടായിരുന്ന എല്ലാ വിഗ്രഹങ്ങളെയും തച്ചുടക്കുകയാണ്. എന്തുകൊണ്ട്? ഈ വിഗ്രഹങ്ങളെ കുറിച്ച് എന്താണ് മക്കയിലുള്ള ആളുകൾ വിശ്വസിച്ചിരുന്നത്? നേരത്തെ തന്നെ ഉസ്താദ് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. അതിൽ ഇമാം റാസിയുടെ വിവരണം എനിക്ക് കൂടുതൽ അറിയില്ല. ഇമാം റാസിയുടെ വിവരണത്തെ കുറിച്ച് പറഞ്ഞപ്പോ അതിൽ അവസാനം നാലാമത്തെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാല്, ഈ കുഫറിന്റെ അടയാളങ്ങൾ ചെയ്യുന്ന ആളുകൾ അവരെ കാഫിരീങ്ങൾ എന്ന് വിളിക്കും, മുശ്രിക്ക് എന്ന് വിളിക്കില്ല. അത് ഒരു കൂട്ടരെ പറ്റി, അത് വേറെ ഏതോ ഒരു കൂട്ടരെ പറ്റിയ. മക്കത്തെ മുശ്രിക്കീങ്ങൾ എല്ലാവരെ പറ്റിയല്ല. ബഹുദൈവ വിശ്വാസികളായി ഖുർആന്റെ സംബോധിതരായ ജനതയിൽ പല വിഭാഗമുണ്ടായിരുന്നു. ആ പല വിഭാഗങ്ങളിൽ ഒരു വിഭാഗം ദൈവികത ആരോപിക്കാതെ തന്നെ ഇബാദത്തുകൾ ചെയ്തിട്ട് വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചു പൂജിച്ചിരുന്നു. അവർ കാഫിറാണ് എന്ന് റാജി വിവരിച്ചതാണ് ഞാൻ അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തത്. മനസ്സിലായോ? നേരെ മറിച്ച് മക്കത്തെ മുശ്രിക്കുകളിൽ ഹുബുൽ ദേവൻ വലിയ ദേവനാന്നാ വിശ്വസിച്ചിരുന്നത്, ലാത്ത ദേവിയാണ് എന്നാ വിശ്വസിച്ചിരുന്നത്, ഉസ്സ ദേവിയാണ് എന്നാ വിശ്വസിച്ചിരുന്നത്. ദേവി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പെൺദൈവം എന്നല്ലേ? അപ്പൊ പെൺദൈവത്തെയും ആൺദൈവത്തെയും വിശ്വസിച്ചിരുന്നതായ മക്കത്തെ മുശ്രിക്കുകളെ പോലെയുള്ള വിശ്വാസമാണ് ശിർക്ക്. ഈ ശിർക്കിനെതിരിലാണ് ഖുർആൻ നിരന്തരം പ്രബോധനം ചെയ്തത്. അത്തരം ശിർക്കുകൾക്കെതിരിലാണ് മുൻഗാമികളായ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത്. ഇവിടുത്തെ അംബിയാവുലിയ എന്ന് പറയുന്നവർ ശഫാഅത്ത് ഉണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ശഫാഅത്ത് അള്ളാഹുവിൽ ഉണ്ട് എന്നുള്ള വിശ്വാസം അള്ളാഹുവിന്റെ അനുവാദമുള്ളവർക്കും അറിയിച്ചിട്ടുള്ളവർക്കും വിശ്വാസം സത്യമാണ്. ഇതല്ലേ നമ്മൾ ആയത്തോതിയത്? അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോ. ഖുർആനിലെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, അന്ത്യനാളിൽ നമ്മൾ ഈ ദുനിയാവിൽ ഞാൻ പ്രവർത്തിച്ചതേ എനിക്ക് ഫലം ചെയ്യുകയുള്ളൂ. അന്ന് അന്ത്യനാളിൽ പടച്ചവന്റെ അടുക്കല് ആരുടെയും ശഫാഅത്ത് വിലപ്പോവില്ല എന്ന് പറയുന്നുണ്ട്. അതെ, അവിടെ പറയാം. അതാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ശഫാഅത്ത് ഇല്ല എന്ന് പറഞ്ഞ തൊൽഖുബ്നു ഹബീബ് ഓതി കൊടുത്ത ഒരായത്ത്. ഈ ആയത്തിനൊക്കെ ജാബിർ റളിയല്ലാഹു അൻഹു ഗണ്ണിച്ചിട്ട് പറഞ്ഞു അതൊക്കെ കാഫിരീങ്ങളെ കുറിച്ചാണ്, മുസ്ലിമീങ്ങൾക്കും മൂമിനീങ്ങൾക്കും അത് ബാധകമല്ല. അള്ളാഹു ശഫാഅത്തിന് അധികാരം കൊടുക്കുന്ന നാളെ ആഖിറത്തിൽ ശഫാഅത്തുള്ളവരുടെ ശഫാഅത്ത് ഈ ആയത്ത് കൊണ്ട് നിഷേധിക്കാൻ പറ്റൂല എന്ന് തൊൽക്കിന് ജാബിർ റളിയല്ലാഹു അൻഹു വിവരിച്ചു കൊടുത്തത് ഞാനിവിടെ പ്രസംഗത്തിൽ ഉദ്ധരിച്ചിരുന്നു. താങ്കൾ കേട്ടോ? കേട്ടോ. എന്നാ പിന്നെ അത് മനസ്സിലായിക്കോളി. അപ്പൊ ഷഫാഅത്തുണ്ട്. ഷഫാഅത്ത് ഇല്ല എന്ന് പറഞ്ഞത് കാഫിറുകൾക്കാണ്. കാഫിറുകൾക്ക് ഷഫാഅത്തില്ല എന്നും അവർക്ക് ശുപാർശക്കാരും അനുവാദം കൊടുക്കൂല എന്നുള്ള ആയത്തുകളെ മുസ്ലിമീങ്ങളുടെ മേലിൽ വെച്ച് കെട്ടുന്നത് തെറ്റാവുന്നു എന്ന് സ്വഹാബികൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് വഹാബിയത്തും ചെയ്യുന്നത്. അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് ഈ ചോദ്യത്തിനൊക്കെ കാരണം.